നമ്മൾ ഹിമാലയൻ 411 നോക്കുമ്പോൾ ഇതൊരു വേറൊരു ജീവി തന്നെയാണ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. സമയം വെളുപ്പിന് 4 മണി. നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. ഞാനിവിടെ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയായി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹിമാലയൻ 450 ആയിട്ടാണ് നാട്ടിൽ പ്രാവശ്യം വന്നത്. വണ്ടി ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. പൊതുവേ ഞാനൊരു ഹിമാലയൻ ഫാൻ ആയിരുന്നില്ല, പക്ഷേ ഈ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഹിമാലയൻ ഫാൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് മാത്രമായിരുന്നു. അന്ന് വണ്ടി ഭയങ്കര വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പൊതുവെ എനിക്ക് ഹൈറ്റും കുറവാണല്ലോ, 5 feet 5 കഷ്ടിയാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, സിറ്റിക്കകത്ത് ഒരു 3-4 ദിവസം കൊണ്ട് നടന്നു. സിറ്റിക്കകത്ത് എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല വണ്ടി, കാരണം ഭയങ്കര ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ ഹൈവേയിൽ ഒരു ചെറിയ പുലിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നുമില്ല. ആകെ വരുന്നത് സിപ്പർ ക്ലച്ച് ഉണ്ട്, ABS ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ. അതായത് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് മൊത്തത്തിൽ നമുക്കിതിൽ കിട്ടും. അതല്ല, ഫോൺ ലോക്കായി കഴിഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് വളരെ കൃത്യമായിട്ട് നമ്മളെ ഉടനെ എത്തിക്കുന്നുണ്ട്. ഞാനത് നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്തതാണ്. ഐ ആം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അത് പറയാനേ വേണം. പിന്നെ ഇപ്പോൾ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ജൂൺ 2025 എടുത്ത വണ്ടിയാണ്. ഇതെൻ്റെ ഫ്രണ്ട് അനന്തുവിൻ്റെ വണ്ടിയാണ്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അനന്തുവിന് ചില പറയുമായിരിക്കും. ഒരു CB350 ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ആൾ പോവാത്ത ഓഫ് റോഡുകളില്ല. ഇപ്പോഴാണ് അവൻ കറക്റ്റ് വണ്ടിയിലെത്തിയത്, ഹിമാലയൻ. ഈ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ കയറി ചെല്ലാലോ. അവനങ്ങനെ ധൈര്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ CB350 കൊണ്ട് പോകാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നില്ല. അവൻ്റെ കൂടെ 1-2 ഓഫ് റോഡ്സ് ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഇത് അവന് പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പക്ഷേ ഹൈവേ നമ്മൾ ഓടിക്കുമ്പോൾ ആ വെയിറ്റ് ഉള്ളത് ഒരു പ്ലസ് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞു വണ്ടിക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും എന്നുള്ളത്. ഓഫ് റോഡ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാനൊരു വലിയ ഓഫ് റോഡ് ഫാൻ അല്ല. ഞാൻ വളരെ മൈൽഡ് ഓഫ് റോഡ്സ് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ വെയിറ്റ് വെച്ചിട്ട് ഈ വണ്ടി ഹൈവേസിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല കംഫർട്ടബിളാണ് വണ്ടി. ഈ സ്റ്റോക്ക് സീറ്റ് ഒരിത്തിരി ഹാർഡാണ്, അതില്ലാന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും റോയൽ എൻഫീൽഡ് ഇതിലൊരു ടൂറിംഗ് സീറ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതിന് നിയർലി 7,000 rupees ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് എത്രത്തോളം ഡിഫറൻസ് മേക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സ്റ്റോക്ക് സീറ്റിൽ ഒരു 100-150 kilometers ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ ബാക്ക് നല്ല വേദന എടുത്ത് തുടങ്ങും. പിന്നെ അതെ, നിങ്ങൾ ഈ കാണുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ ഹെഡ്ലൈറ്റ് ഓക്കെയാണ്. ഈ വണ്ടിക്കകത്തൊരു ഓക്സ് ലാംപ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഡിഫറൻസ് വരുന്നത്. അത്യാവശ്യം ഹൈവേസിലൊക്കെ നല്ല വിസിബിലിറ്റിയാണ്. ഇത് മാഡ് ഡോഗിൻ്റെ ലൈക്കൻ എന്ന് പറഞ്ഞ സീരീസാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, നിയർലി 12,000 or 15,000 എങ്ങാണ്ട് വരും എന്ന് തോന്നുന്നു. പക്ഷേ മാഡ് ഡോഗിൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, മാഡ് ഡോഗ് ഗിവ്സ് യു പീസ് ഓഫ് മൈൻഡ്. അതെന്തൊക്കെ തന്നെ പറഞ്ഞാലും. എൻ്റെ ഹൈനസിൽ 4.5 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മാഡ് ഡോഗിൻ്റെ സ്കൗട്ട് എന്ന് പറഞ്ഞ സീരീസാണ്. ഇതുവരെ അതിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്, കാരണം ഇപ്പോഴത്തെ LEDs ഒക്കെ അത്യാവശ്യം ഭയങ്കര വിസിബിലിറ്റിയും ഭയങ്കര ത്രോ ഒക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഡീസൻറ്റ് ത്രോ മാത്രമേ ഉള്ളൂ. ഈ 4.5 കൊല്ലമായിട്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല. മാഡ് ഡോഗ് ചിലർക്ക് തോന്നും ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒന്ന്, അവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്. സെക്കൻഡ്, അവരുടെ ക്വാളിറ്റി. അത് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചതാണ്. നമ്മൾ ഇതുവരെ 566 kilometers ഓടി. ഒരു ഫുൾ ടാങ്ക് മേടിച്ചു. ഞാൻ വാടകയിൽ എത്തിയപ്പോൾ ഒരു 600 rupees കൂടി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം നമ്മൾ ഓടിക്കുന്ന 566 kilometers ആണ്. ഇപ്പോൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അടുത്ത് നമുക്ക് ഏതെങ്കിലും പമ്പിൽ നിർത്താം. അങ്ങനെ കളമശ്ശേരിയിലെത്തി. നമ്മളൊരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇവിടെ പെട്രോളിന് 105 രൂപ 50 പൈസയാണ്. തമിഴ്നാട്ടിൽ 101 രൂപയുള്ളൂ. ഒരു അനാവശ്യ പിശുക്കാണ്. ഞാനടുത്ത് ബാക്കി തമിഴ്നാട് എത്തിയിട്ട് ഒന്ന് ഫുൾ ടാങ്ക് അടിക്കുക എന്നുള്ളത്. റിസർവായി ഓൾമോസ്റ്റ് അടി പറ്റിയിട്ടുണ്ടായിരുന്നു. 1000 rupees അടിച്ചു. പക്ഷേ ഫ്യൂൽ ഗേജിൽ ഓൾമോസ്റ്റ് ഫുള്ള് കാണിക്കുന്നുണ്ട്. അത് ഈ ഡിജിറ്റൽ മീറ്ററൊന്നും നമുക്ക് നമ്പാൻ പറ്റില്ല. ഒരു 9.48 liters കയറിയിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 17 liters ആണ്. വണ്ടി ഓടിയിരിക്കുന്നത് മൊത്തം 9,756. ഇപ്പോൾ 10,000 kilometers ആകുമ്പോൾ അനന്തിന് ഫോട്ടോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് 10,000 ആവുന്നതിൻ്റെ. ഞാൻ മറന്നു പോവോ എന്തോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആക്സസറി എന്ന് പറയാനുള്ളത് ആഫ്റ്റർ മാർക്കറ്റ് ഈ പ്രോസ്പെക്കിൻ്റെ ഈ വൈസർ എക്സ്റ്റൻഡറാണ്. അത് കൊള്ളാം കേട്ടോ. കാരണം ഹിമാലയൻ്റെ ഈ കാണുന്ന ടൂറിങ് വൈസർ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം വിൻ ബഫറ്റിംഗ് ഉണ്ട്. പക്ഷേ ഈ പ്രോസ്പെക്കിൻ്റെ ഇത് അത്യാവശ്യം ഫുൾ ഹൈറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാറിലിരുന്ന് പോകുന്ന പോലെ നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാം. ഞാൻ മൊത്തം പൊക്കിയിട്ടില്ല, കാരണം വെച്ചാൽ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു PPF ചെയ്താൽ നല്ലതായിരിക്കും.
കാരണം നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് 5 months പഴക്കമുണ്ട്. ചെറിയ ചെറിയ സ്പോൾ മാർക്സും സ്ക്രാച്ചസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൊത്തം പൊക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അതായത് നിങ്ങളൊരു 5'5" അല്ലെങ്കിൽ 5'6" ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം പൊക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽമെറ്റിൻ്റെ മേളിൽ കൂടി ഇത് കവർ ചെയ്ത് പോകും. നിങ്ങൾ രാത്രിയൊക്കെ പോകുന്ന സമയത്ത്, എസ്പെഷ്യലി മഴയാണ്, വിസിബിലിറ്റി കുറച്ചൊരു മോശമാവാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം സ്ക്രാച്ചസ് വീഴുന്നുണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് വൈസർ ആണെന്നുണ്ടെങ്കിലും പ്രോസ്പെക്കിൻ്റെ ഈ എക്സ്റ്റൻഡർ ആണെന്നുണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോസ്പെക്കിൻ്റെ ഈ എക്സ്റ്റൻഡർ നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യും, അത് ഷുവറാണ്. എൻ്റെ 1-2 ഫ്രണ്ട്സിന് ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് വെക്കാനായിട്ട് വണ്ടിയിൽ. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സമയം 4:50 നമ്മൾ ആലുവ എത്തി. ക്ലൈമറ്റ് അത്യാവശ്യം തെറ്റില്ലാത്ത ക്ലൈമറ്റാണ്. ഇവിടെ എവിടെയൊക്കെയോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എടപ്പള്ളി വരെ ഒരു കുഴപ്പമില്ല. കളമശ്ശേരി ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആലുവ എത്തി. ആലുവയിലാണെങ്കിൽ മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണവും കാണാനില്ല. ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു ന്യൂസിലൊക്കെ. എന്താണോ എന്തോ. ഞാനൊരു ശനിയാഴ്ചയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഞാനൊരു 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ പാക്കിംഗ് ഒക്കെ ചെയ്ത് കിടന്നപ്പോൾ ഓൾമോസ്റ്റ് 12:30. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 3:30ക്കാണ് എണീറ്റത് തന്നെ. ചൂടൊക്കെ കയറുന്നതിന് മുന്നേ എനിക്ക് ബാംഗ്ലൂർ എത്താലോ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പോൾ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 583 കിലോമീറ്റേഴ്സ് ഞാൻ ഒരു സ്ട്രെച്ച് ഓടിച്ചിട്ടുണ്ട് വണ്ടി. അതിൽ 520 ഹൈവേസിലും ബാക്കി 50-53 സിറ്റിക്കകത്താണ് ഓടിയത്. സിറ്റിക്കകത്ത് ഒരിക്കലും ഞാൻ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. ഈ 2nd, 3rd ഗിയറിലൊക്കെ നമ്മൾ തുഴഞ്ഞ് പോകുമ്പോൾ നല്ല ചൂടാവും വണ്ടി. പോരാത്തന്നെ ഞാൻ സാൻഡൽസും കൂടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാനായിട്ട്, എസ്പെഷ്യലി ബൈക്ക്. പിന്നെ ഇട്ടാവട്ടം ഓട്ടമായതുകൊണ്ടും വലിയ സ്പീഡൊന്നും പോകാത്തതുകൊണ്ടും ഞാൻ അങ്ങനെ എടുത്ത് പോയതാണ്. പക്ഷെ കാല് വെന്തുരുകിപ്പോയി, അത് പറയാനേ വേണം. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊന്നും സിറ്റി യൂസിന് പറഞ്ഞിട്ടുള്ളതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു സ്കൂട്ടറും കൂടി വാങ്ങി വെക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ഈ വണ്ടികളെ കൊണ്ട് സിറ്റിക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി എന്നെ പോലെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ കൊണ്ടു കിടക്കാമെന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് അത്ര സുഖകരമല്ല. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ തീരെ കൊണ്ടു നടക്കാൻ പറ്റാമെന്നല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈറ്റ് സ്പോട്ട്സിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക, അവിടെ നിന്ന് എടുക്കുമ്പോഴത്തേൻ്റെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഡെയിലി ഹിമാലയം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്കൊരു ഹിമാലയനാണ് അല്ലെങ്കിൽ ഒരു 390 അഡ്വഞ്ചറൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഡെയിലി റൈഡ്സിനൊരു വേറൊരു ചെറിയൊരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൽ കൊണ്ടു നടക്കാം. വെറുതെ വണ്ടിയെ നമ്മൾ വെറുതെ പീഡിപ്പിക്കേണ്ട. വണ്ടിക്കൊരു സഫക്കേഷൻ പോലെ ഫീൽ ചെയ്യും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് അറിയാൻ പാടില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നൽ ഡെഫിനറ്റ്ലി ഉണ്ട്. കോയമ്പത്തൂർ LNT റോഡ് കയറിയതും ഒടുക്കത്ത മഴ, എവിടെയും നിർത്താൻ സ്ഥലമില്ല, മൊത്തം നനഞ്ഞു. കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് മഴ ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ മൊത്തം നനഞ്ഞ് പൊടിഞ്ഞു പോണ്ടി വരും. ഞാൻ മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ റെയിൻ വെയറൊക്കെ ഇട്ടിട്ട് ഇറങ്ങുള്ളായിരുന്നു. ഫുള്ള് നനഞ്ഞു. മഴ നിന്നാൽ കുഴപ്പമില്ല, ആ ഓട്ടത്തിലങ്ങ് ഉണങ്ങി പൊക്കോളും. ഈ സ്ട്രെച്ച് കഴിഞ്ഞ് പിന്നെ മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷേ കണ്ടിട്ട് നല്ല മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെ 5 മാസം മുന്നേ വാങ്ങിയ ഈ ഹിമാലയൻ 10,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞതിൻ്റെ വൈബ്രേഷൻ്റെ ആട്ടോ. അതായത് ഞാൻ ഒരു 120-125 പിടിച്ചൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു 5,500 RPM കഴിഞ്ഞിട്ടൊന്നും ഫുഡ് പെക്സിലേക്കൊന്നും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഈ ഒരു എൻജിൻ ഞാൻ റോയൽ എൻഫീൽഡിനെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ J സീരീസ് വെച്ചിട്ട് എല്ലാ വണ്ടികളും ഇറക്കി ശ്രദ്ധിക്കുക. ഈ ഷെയർപേഡ് എൻജിൻ വെച്ചിട്ടും പല വണ്ടികൾ റോയൽ എൻഫീൽഡിൽ ഇറക്കാവുന്നതാണ്. ഗോറിലയിലും ഹിമാലയയിലും മാത്രമായിട്ട് ഒതുക്കണ്ട. ഈ എൻജിൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ കാര്യമായ ഇലക്ട്രോണിക്സ് ഒന്നും ഈ വണ്ടിയിലില്ല. ഈ പറഞ്ഞ പോലെ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, 390 അഡ്വഞ്ചർ ഉള്ള പോലെ ക്രൂസ് കൺട്രോൾ ഒന്നും തന്നെ ഇല്ല. റൈഡ് മോഡ്സ് എന്ന് പറയാനായിട്ട് ഈക്കോ മോഡും പെർഫോമൻസ് മോഡും മാത്രമാണ് വരുന്നത്. പെർഫോമൻസ് മോഡ് ഇട്ട് കഴിയുമ്പോൾ വണ്ടി കുറേ കൂടി ഒന്ന് അഗ്രസീവ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ 390 അഡ്വഞ്ചർ പോലെ റെയിൻ മോഡ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആകെ ഒരു ഈക്കോ മോഡ്, പെർഫോമൻസ് മോഡ്, ഷോർട്ട് ആൻഡ് സിമ്പിൾ. പെർഫോമൻസ് മോഡിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. പെർഫോമൻസ് മോഡ് ABS ഓൺ ആണ്, അതിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്ര നേരം ഇക്കോണമിയിലായിരുന്നു. ഇത് നമുക്ക് പെർഫോമൻസ് മോഡിൽ കുറച്ചേരം ഓടിച്ച് നോക്കാം. വണ്ടി അങ്ങോട്ട് അഗ്രസീവോ. മറ്റേത് ഭയങ്കര ലീനായിട്ടായിരിക്കും കയറാം, ഇത് ഒരു പോക്കാ. ഞാൻ കുറേ നേരം ഇക്കോണമിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പെർഫോമൻസ് സ്വിച്ച് ചെയ്തപ്പോഴേ എടുത്ത് വലിച്ച് കൊണ്ടുപോകാം.
ആ പഞ്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഹിമാലയൻ 411 നോക്കുമ്പോൾ ഇതൊരു വേറൊരു ജീവി തന്നെയാണ്. ഹിമാലയൻ 411 ഞാൻ കുറച്ചധികം ഓടിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു ശാന്തമായി പോകുന്നൊരു വണ്ടിയാണ്. അഗൈൻ ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ്, പക്ഷെ എങ്കിലും പുഷ് ചെയ്താൽ വണ്ടി കയറും. പക്ഷേ ഹിമാലയൻ 450 ഈസ് സംതിങ് എൽസ്. ഒരു ഡൾ മൂവ്മെൻ്റ് ഇല്ല വണ്ടിയിൽ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ 390 അഡ്വഞ്ചർ പോലെ ഫുൾ ടൈം തെറിച്ച് നിൽക്കലല്ല, കൈ കൊടുത്താൽ വണ്ടി കയറും. ഇനി അതെല്ലാം പതുക്കെ പോകണമെങ്കിൽ പതുക്കെ പോവാം. പക്ഷേ KTM-ൻ്റെ ഒക്കെ പ്രശ്നം അതാണല്ലോ, നമുക്ക് പതുക്കെ പോകുമ്പോൾ ഒരു അസുഖം വണ്ടിക്ക് ഫീൽ ചെയ്യില്ല. ഈ വണ്ടിയാകുമ്പോൾ നമുക്ക് പതുക്കെ വേണമെങ്കിൽ പതുക്കെ പോവാം. അതല്ല ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് മോഡിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ അങ്ങോട്ട് മാറും സ്വഭാവം. 5th 6th ഗിയറിനേക്കാളും ആ 2nd 3rd ആ പുള്ളി ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടോ 4th വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതുണ്ടോ. ഒരു ഹിമാലയൻ എന്ന് ഓർക്കണം. ഹിമാലയൻ 411 മാത്രം ഓടിച്ചിട്ട് 450 വരുമ്പോഴേ ഭീകരം. പെർഫോമൻസ് മോഡ് ഒന്നുകൂടെ നിന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തോ ഇതുവരെ ഇല്ലാത്തൊരു ഇഷ്ടം എനിക്ക് ഹിമാലയൻ 450 തോന്നുന്നതാണ്. ഒരു ലോങ് പോയി വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അനന്തുമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഹിമാലയം കൊണ്ടുപോകും, ഹിമാലയൻ വണ്ടി എന്താ നിങ്ങൾ അറിയുന്നുള്ളത്. അതെന്തായാലും നല്ലൊരു മികച്ച തീരുമാനമായിരുന്നു. ഒരു പെർഫെക്റ്റ് ബൈക്ക് എന്നൊന്നും പറയാനൊന്നുമില്ല, എല്ലാ വണ്ടികൾക്കും അതിൻ്റേതായ പ്ലസും മൈനസും ഉണ്ട്. പക്ഷേ ഒരു 1200 കിലോമീറ്റേഴ്സ് ഓടിച്ച് ഇത് വെച്ചിട്ട് വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു സിംഗിൾ സിലിണ്ടർ. മേ ബി 390 അഡ്വഞ്ചറിൻ്റെ പല കാര്യങ്ങളും ഇതിനുണ്ടാവില്ലായിരിക്കും. 390 അഡ്വഞ്ചർ നിയർലി 5 lakh rupees വരുന്നുണ്ട്. ഇതാവുമ്പോൾ നിയർലി 410 അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല എത്രയായിരുന്നു എന്നുള്ളത്. ആ ഒരു പ്രൈസിന് ഇതൊരു മുതൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഓഫ് റോഡ് പോകുന്ന ഒരാളല്ല. മേ ബി ഇങ്ങനത്തെ ഒക്കെ ഒരു വണ്ടി എടുത്ത് ചിലപ്പോൾ ഓഫ് റോഡ് പോകുമായിരിക്കും. ഓഫ് റോഡ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേസിലെ വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അത് പറയുക തന്നെ വേണം. പവറുണ്ട്, വണ്ടി കയറി പോകുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും മൈലേജ് എന്തായിരിക്കും എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈക്കോ മോഡിൽ നാട്ടിൽ പോയ സമയത്ത് ഹൈവേസിൽ ഒരു 100-110 ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു 32 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് നമ്മളത് പെർഫോമൻസ് മോഡിലേക്ക് ആക്കുമ്പോൾ ആ 32 എന്നുള്ളത് 29ലേക്ക് ഡ്രോപ്പ് ആവും, വിച്ച് ഇസ് സ്റ്റിൽ നോട്ട് ബാഡ്. ഇപ്പോൾ എൻ്റെ വണ്ടി ഹൈനസും ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹൈനസ് ഒരു ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ്, നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഞാൻ തന്നെ പെർഫോമൻസ് എക്സോസ്റ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. അതിലാകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0 to 100 കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്ററായിട്ട് എത്തും. പക്ഷേ എങ്കിലും ലോങ് സ്റ്റോക്ക് എഞ്ചിനൊരു പരിധി ഉണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും വണ്ടി കയറില്ല. പിന്നെ ഹൈനസ് അതിനുള്ളൊരു വണ്ടിയല്ല. നമുക്ക് ഹൈവേസിലൊക്കെ പതുക്കെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് സമാധാനത്തിൽ പോകാനുള്ളൊരു വണ്ടിയാണ്. സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു ഹൈനസിൽ തന്നെ പോകണം. ഞാനൊരു ഇപ്പോൾ ഒരു 4.5 ഇയേഴ്സ് ഫുൾ സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഈ സമാധാനത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ റൈഡ് വരുന്ന ഫ്രണ്ട്സ് എല്ലാവരും 400-450 സെഗ്മെൻറ്റിലുള്ള ആൾക്കാരാണ്. ഇവരിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിൽ പലരും ചെയ്യുന്നതാണ് ഈ വണ്ടികളിൽ ഇഷ്ടംപോലെ ലഗേജ് കയറ്റാന്നുള്ളത്. ഇത് ഞാനും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈനസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഞാൻ പറഞ്ഞു ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയല്ല.
അതിൽ നമ്മളിപ്പോൾ എത്ര ലഗേജ് കയറ്റിയാലും നമുക്ക് കയറ്റുന്ന സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാം. നേരെ മറിച്ച് ഹിമാലയൻ പോലത്തൊരു വണ്ടിയിൽ നമ്മൾ ലഗേജ്, അതായത് പാനിയേഴ്സ്, ടോപ്പ് ബോക്സ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ വണ്ടിയുടെ ഒരു സുഖം തന്നെ അങ്ങ് പോയി കളയും. ബാക്കിൽ ലോഡ് വന്നു കഴിയുമ്പോൾ ഓബ്വിയസ്ലി വണ്ടിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും. ആ ഒരു സുഖം ഉണ്ടാവില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടില്ലേ, ഈ ഒരു ടാങ്ക് ബാഗ് ഉണ്ട്, എനിക്കൊരു ഷോൾഡർ ബാഗ് ഉണ്ട്, വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു സജഷൻ, നിങ്ങളൊരു കുറച്ച് പവർ കൂടിയ വണ്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 390 അഡ്വഞ്ചറോ അല്ലെങ്കിൽ ഒരു ഹിമാലയൻ 450 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളാവുന്നതും ഈ ടോപ്പ് ബോക്സും ഈ സൈഡ് പാനിയേഴ്സൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ വലിയ സ്പീഡൊന്നും പോകുന്നില്ല, നിങ്ങളൊരു 90, 100 ഒക്കെയാണ് മാക്സിമം പോകുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നോ പ്രോബ്ലം. അല്ലാത്ത പക്ഷം ലഗേജ് സെറ്റപ്പൊക്കെ വളരെ മിനിമലാക്കി വെക്കുന്നതാണ് വണ്ടി ഓടിക്കാൻ സത്യം പറഞ്ഞാൽ സുഖം. ഹിമാലയൻ 450 എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡുകാർ ഹിമാലയന് സ്പോക്ക് വീൽസാണ് കൊടുക്കുന്നത്, അതും ട്യൂബ് ടയേഴ്സായിട്ട്. ഇന്ന് ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ട്യൂബ്ലെസ് ടയേഴ്സായിട്ടാണ് വരുന്നത്. ഹിമാലയൻ 450 പോലത്തെ ഒരു വണ്ടി സ്പോക്ക് വീൽസിൽ ട്യൂബ് ടയർ കൊടുത്തത് മോശമായിപ്പോയി. റോയൽ എൻഫീൽഡ് ആക്സസറീസിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ വണ്ടി ബുക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് 11,000 റുപ്പീസ് അങ്ങനെയാന്ന് തോന്നുന്നു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസിന്. അല്ലാത്ത പക്ഷം വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി നമ്മൾ അടുത്ത ദിവസം വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഓൾമോസ്റ്റ് 40,000 റുപ്പീസാണ് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസിൻ്റെ റേറ്റ്. അതൊരിത്തിരി അക്രമമായി പോയെന്ന് എനിക്ക് തോന്നി. അത് റോയൽ എൻഫീൽഡിന് ഇതിന് സ്റ്റോക്കായിട്ട് തന്നെ കൊടുക്കായിരുന്നു. ഏതൊരാളാണെന്നുണ്ടെങ്കിലും ലോങ് പോകുമ്പോൾ പഞ്ചർ കിട്ടുമോ, വഴി കിടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കും. അതൊരു സുഖമില്ലാത്തൊരു കാര്യമാണത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഹിമാലയൻ 450 എൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഹിമാലയൻ 450 കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.